ഹായ് ഫ്രണ്ട്സ്, കുട്ടി ബേബീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറിക്ക് ഞാൻ കഷ്ണങ്ങളെല്ലാം വേവിച്ച് അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി എല്ലാം കൂടെ ഇട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പോകാം വീഡിയോയിലേക്ക്. ഇവിടെ ഞാൻ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടാതെ തേങ്ങയും ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയും കൂടെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് വെക്കുന്നത് സാധാരണ ഞാൻ വെക്കുന്നതിൽ നിന്ന് ഒന്ന് വിപരീതമായിട്ടാണ് വെക്കുന്നത്. സാധാരണ ഞാൻ വെക്കുന്നത് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കും. തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കൊച്ചുള്ളി തട്ടിയിട്ട് കൊടുക്കും. അതിനോടൊപ്പം 2 പച്ചമുളകും കൂടെ ഞാൻ ചേർക്കാറുണ്ട്. ഇന്ന് ഞാനിവിടെ എടുക്കുന്നതിൽ പച്ചമുളക് ചേർക്കാവുന്നില്ല. പിന്നീട് ഉള്ളി ഒന്ന് വശന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ കൂടെ തട്ടിയിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ പൊടി ഐറ്റംസ് ആണ് ചേർക്കുന്നത് കേട്ടോ. ഇതൊന്ന് വശന്ന് വരുമ്പോഴത്തേക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല ഇത്രയും കൂടെ ഞാൻ ചേർക്കാറുണ്ട്. ചേർത്തതിന് ശേഷം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കും. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ശകല എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ഒന്ന് ചൂടായി വരുമ്പം തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കും. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കും. ഇഞ്ചി, വെളുത്തുള്ളി ഇതും കൂടെ തട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അടുപ്പത്ത് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. തേങ്ങ ഇവിടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കൊച്ചുള്ളി ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് തട്ടിയിട്ട് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് ചൂടായി വരട്ടെ.
നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇതിൻ്റെയും കൂടെ പച്ചമണം ഒന്ന് മാറി വരണം. ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇറക്കി വെക്കാം. അതിനുശേഷം ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം ജാറിലേക്ക് ഇട്ട് അരച്ചുകൊണ്ട് വരാം. നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടു. കുറച്ച് ഉപ്പും കൂടെ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ടോണം. അപ്പോൾ നമ്മുടെ ഇവിടെ ചിക്കൻ കറിയിൽ കൂട്ട് മസാല എല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചുകൊണ്ട് വന്നതും കൂടെ നമ്മളിതിലേക്ക് ചേർക്കണം. ഇനി നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇവിടെ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒഴിച്ചെടുക്കണം. നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ജാറൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ രണ്ടായിട്ട് മുറിച്ചിടുന്നുണ്ട്. ഇതിന് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഞാൻ കടുവും കൂടെ ഇത് വറുത്തൊഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുവ് വറക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.